നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. നമുക്ക് എങ്ങനെ ഇന്നൊരു സ്കിൻ വൈറ്റനിങ് ഉപ്റ്റൻ ഫേസ് വാഷ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് യാതൊരുവിധ കെമിക്കൽസും മുഖത്ത് അപ്ലൈ ചെയ്യാതെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നും ബ്രൈറ്റൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡറാണ് ഇത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എടുത്തു വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഇനി അടുത്ത് വരുന്ന വീഡിയോ നമ്മൾ ഈ ഉപ്റ്റൻ പൗഡർ വെച്ച് തന്നെ ഒരു ഉപ്റ്റൻ സോപ്പും ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് 2-in-1 ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാൻ മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവി ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. ആദ്യം വേണ്ടത് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 2 സ്പൂൺ നിറച്ച്, 2 ഇതുപോലുള്ള ഒരു സ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 സ്പൂൺ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ക്വാണ്ടിറ്റി ആയാലും നമുക്ക് പൊടിച്ചെടുക്കാൻ കഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ 1 സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 സ്പൂൺ ഗ്രീൻ ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉപ്റ്റൻ, നമ്മുടെ കടലപ്പരിപ്പ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതും ഇതേ സെയിം ക്വാണ്ടിറ്റിയിൽ 3 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഞാനിവിടെ 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് ഞാനിവിടെ അതും 3 സ്പൂൺ എടുക്കുകയാണ്. ഓട്സ് നമ്മുടെ സ്കിന്നിൽ ധാരാളം ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ നല്ലതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു 2 സ്പൂണാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഉഴുന്നുകൂടെ ചേർക്കുന്നത് കൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്കിതിൽ ഓട്സ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതിന് പകരം ഉഴുന്നിട്ട് കൊടുക്കാം 3 സ്പൂൺ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുള്ള ടാനിനെയൊക്കെ റിമൂവ് ചെയ്യാനും നമുക്കൊരു നാച്ചുറൽ ബ്ലീച്ചിങ് തരാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് കോംപ്ലക്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മസൂർ ഡാലാണ്. അപ്പോൾ മസൂർ ഡാൽ ചുവന്ന പരിപ്പ്, പിഗ്മെൻറ്റേഷനെയും ടാനിനെയൊക്കെ മാറ്റാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മസൂർ ഡാലാണ് നമ്മുടെ ചുവന്ന പരിപ്പ്. അപ്പോൾ ഞാൻ അതിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൊടിക്കാതായിട്ടുള്ള മുഴുവൻ പീസ് ഇല്ല. അപ്പോൾ ഞാനിത് ലാസ്റ്റിൽ പൊടിക്കുന്ന സമയത്ത് പൊടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതും ഇതേപോലെ 3 സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് പൊടിയായിട്ടിടും. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള പരിപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇതിൽ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത സാധനം എന്ന് പറയുന്നത് ഉഴുന്നും മസൂർ ഡാലുമാണ്. മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ലെങ്കിൽ പച്ചരി ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ മാറ്റി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലെന്തായാലും മസൂർ ഡാൽ തീർച്ചയായിട്ടും ഇടണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴാണ് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടേണ്ട ആ ഒരു ഇതിൽ നമുക്കൊന്ന് ഇതിനെ ചൂടാക്കി എടുക്കണം. ഒത്തിരി തീ കുറച്ച് വെച്ച് പൊടിച്ചെടുക്കുക, അതെ ചൂടാക്കി എടുക്കുക. തീ കുറച്ച് വെച്ച് മാത്രം ലൈറ്റായിട്ടൊന്ന് ചെയ്താൽ മതി. ചെറുപയറിലൊക്കെ ധാരാളം നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും ഇതെല്ലാം എടുത്ത് നമ്മുടെ സ്കിന്നിന് ഒരു കോംപ്ലക്ഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ചെറുപയറും ഈ ഓട്സും ഒക്കെ വളരെ സഹായിക്കുന്നു. അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. ചെറുപയറൊക്കെ മസ്റ്റായിട്ട് ഇടുക ഇതിൽ. മറ്റുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്യുക. അതുപോലെ ഉഴുന്നൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിന് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ചെറിയ തീയിൽ വെച്ച് മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് അത് കരിഞ്ഞു പോവുകയും ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയില്ല. ഇതിലേക്ക് വേണമെങ്കിൽ ഈ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന ഈ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് ആഗ്നയും എപ്പോഴും മുഖത്ത് പിമ്പിൾസും കുരുക്കളും വരുന്ന സ്കിന്നാണെങ്കിൽ ഈ ജീരകം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ജീരകം വന്ന് ഈ ആൻറ്റി ഫംഗലായിട്ട് ആൻറ്റി ബാക്ടീരിയലായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോയിങ് ഒക്കെ തരാൻ സഹായിക്കുന്നു. ഇത് പിമ്പിൾസ് സ്കിന്നുകാർ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടാനും കൺട്രോൾ ആവാനും ഒക്കെ ഈ ജീരകം സഹായിക്കും. അപ്പം ഞാനിവിടെ യൂസിയുടെ ജാർ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. അതുപോലെ നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് അതിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ വേണം പൊടിക്കാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൊടിയൊക്കെ ഒന്ന് നാശമായി പോകും, അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരും. അത് കാരണം ക്ലീൻ ആയിട്ട് വെച്ച് മാത്രം യൂസ് ചെയ്യുക. ഞാനിങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിയാൽ ഇതിനെ അരിച്ചെടുത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് നമ്മൾ ഡെയിലി ഇങ്ങനെ തരികളോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വരും. ഡെയിലി നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല സ്കിന്നിന്. അത് കാരണം നല്ല ഫൈൻ
അപ്പോൾ ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തരികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഒന്നുകൂടെ പൊടിച്ച് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് പിന്നീട് ആഡ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിതിന് ഇനിയുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നല്ല തരികളായിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ടായിട്ടുണ്ട്. ഇങ്ങനെ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇനി അടുത്ത് നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ മസൂർ ഡാൽ. ഇത് തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഇത് വാങ്ങി യൂസ് ചെയ്താൽ തന്നെയാണ് നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടുന്നത്. കാരണം അത്രയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി നമ്മൾ സ്കിന്നിനെ ഒന്ന് ബ്ലീച്ച് ചെയ്ത് നമുക്കൊരു സ്കിന്നിൻ്റെ ടേണൊക്കെ എടുത്ത് മാറ്റാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മസൂർ ഡാൽ, ചുവന്ന പരിപ്പ്. അപ്പോൾ അത് ഞാനിവിടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ ആ സ്പൂൺ ഇട്ട് തന്നെ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ പൊടി യൂസ് ചെയ്യാം. ഞാൻ വാങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വാങ്ങി പൊടിച്ച് വെച്ച് എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു 1/2 കരണ്ടി മതി. കാരണം അല്ലെങ്കിൽ നല്ല ഒരു മഞ്ഞ കളറായിട്ട് കാണിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കരണ്ടി അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇത്രയും മതി, ഒരു 1/2 കരണ്ടി മതി. കസ്തൂരി മഞ്ഞൾ വന്ന് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കുകയും നമ്മുടെ സ്കിന്നിലുള്ള ചൊറിച്ചിൽ, ബാക്ടീരിയൽ, അതായത് പിമ്പിൾസ് വരുന്ന അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും നമ്മുടെ സ്കിന്നിനെ ഒരു ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചന്ദനമാണ്. അപ്പോൾ ഇത് പ്യുവറായിട്ടുള്ള ചന്ദനമാണ്. ഈ ചെറിയ ഒരു ബോട്ടിൽ തന്നെ 100 രൂപയ്ക്കൊക്കെ മുകളിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ മരുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. സാധാരണ ചന്ദനം എടുത്ത് ഇടരുത് നിങ്ങൾ. ഈ ചന്ദനം മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഇടുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും മതി. 1/2 കരണ്ടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം കൂടുതലും ഇട്ട് കൊടുക്കാം, 1 കരണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കരണ്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചന്ദനം നമുക്ക് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ. അതുപോലെ നമ്മുടെ ചിലർക്ക് കാണാം ഈ നെറ്റിയിലും ഈ കവിളുകളിലൊക്കെ പിരിപിരിപിരിയായി മണൽ വാരിയിട്ടതുപോലെയുള്ള ചെറിയ ചെറിയ പിമ്പിൾസ് വരുന്നവർക്കൊക്കെ അതിനെല്ലാം തടുക്കാനും അതിനെ ചെറുതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ചന്ദനം. അങ്ങനെ പിമ്പിൾസും ധാരാളം അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഇത് 2 കരണ്ടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ബെനിഫിറ്റ്സ് തരുന്നതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഈ ചന്ദനം സഹായിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ആഗ്നയും പിമ്പിൾസും വരുന്ന സ്കിന്നാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പിലയുടെ പൊടി 1 സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേപ്പിലപ്പൊടി അതും വന്ന് നല്ല ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലും ആണ്. അത് കാരണം വേപ്പിലപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളിട്ട എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും എല്ലാ സ്ഥലത്തും ഇതായി കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിലും കൈകളിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ കൂടുതൽ എടുക്കുക. ഞാനിപ്പോൾ മുഖത്തിലും കഴുത്തിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കി എനിക്ക് ഇത്രയും മതി എന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും എടുക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മിക്സിങ്ങിനായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് എന്താണോ ചേരുന്നത് അതെടുക്കുക. അതായത് ഇപ്പം ഓയിലി സ്കിന്നുകാർക്കൊക്കെ പാലൊക്കെ ചേരുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരുന്ന ടെൻഡൻസി ഉള്ളവർ പാൽ യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് അല്പം ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെത് എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. പക്ഷേ എനിക്ക് തൈര് നന്നായിട്ട് സെറ്റാവും. അതുകൊണ്ട് ഞാനിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തൈരോ പാലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അതുപോലെ റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്യാം. ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട എങ്കിൽ വെറും പച്ചവെള്ളത്തിലും ഇത് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കൂടുതൽ ഇങ്ങനെ തൈരോ പാലോ ഒക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നിങ്ങളങ്ങനെ വച്ചിരിക്കുക. എന്ന് രാവിലെ ഫേസ് വാഷിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫേസ് വാഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം അതിലൊന്ന് ഇറങ്ങി അതൊന്ന് സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വരും. എത്രയൊക്കെ നമ്മൾ അരിച്ചെടുത്താലും എന്തൊക്കെ ഫൈൻ പൗഡർ എന്നൊക്കെ പറഞ്ഞാലും അതിൽ തരികൾ കിടക്കും. അപ്പം പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ പിമ്പിൾസ് കൂടാനും ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ വരാനും അത് കാരണമാവും. അത് കാരണം
എപ്പോഴും നല്ല ഫൈൻ പൗഡറും എടുത്ത് ഇതേപോലെ ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിരിക്കും. അതിനുശേഷം അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളിങ്ങനെ ഹാർഷായിട്ടൊന്നും ഉരച്ചൊന്നും അപ്ലൈ ചെയ്യണം. വെറുതെ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാലേ മതി. അപ്പോൾ നമ്മളിത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മനുഷ്യൻ വെള്ളം അളക്കില്ല വീഡിയോയിൽ, അത് കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്യാൻ പോകണം. അത് നമ്മുടെ എന്നുണ്ടാക്കിയ ഫേസ് വാഷ് വെച്ചാണ് ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് വാഷ് ചെയ്യാൻ വേണ്ടി. നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഫേസ് വാഷ് എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ മുഖത്ത് മാത്രം മുഖത്ത് എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈലൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടാണ് ഇടുന്നത്, ബ്രഷൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇംഗ്ലീഷ് സ്റ്റൈലിലാണെങ്കിലും ഇല്ല നമ്മുടെ മലയാളമോ തമിഴ് സ്റ്റൈലിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും എന്ത് പ്രോഡക്റ്റും എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, വേറെ ആയുധങ്ങളൊന്നും എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ടും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കഴുത്തൊരു കളറ്, മുഖം ഒരു കളറ്, ആ അവസ്ഥയിലിരിക്കും. അപ്പോൾ കഴുത്തിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനായിട്ടൊരു കാക്കറ തുണി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാക്കറ തുണി എടുത്തിരുന്നതായിരിക്കും നല്ലത്. ലൈറ്റായിട്ട് ഈ വിരലൊക്കെ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കീഴോട്ട് എന്ത് അപ്ലൈ ചെയ്താലും കീഴോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. എപ്പോഴും ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ സൈഡിലോട്ടൊക്കെ മസാജ് ചെയ്യുക. എപ്പോഴും കീഴോട്ട് അപ്ലൈ ചെയ്യരുത്, നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. ഒരു 5 മിനിറ്റ്സ് എങ്കിലും വച്ചിരിക്കണം, കുറഞ്ഞത് 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് 5 മിനിറ്റ്സ് വച്ചിരിക്കുക. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നെറ്റി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട്. അതെന്താ, നെറ്റി എപ്പോൾ ഫേസ് പാക്ക് ഇട്ടാലും നെറ്റിയിൽ എന്താ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നു. എപ്പോഴും നെറ്റി മാത്രം ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ എന്തായാലും എനിക്ക് മതിയായി, ഞാൻ പോയി ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഏതൊരു പാക്ക് ഇട്ടാലും നിങ്ങൾ ഒത്തിരി അങ്ങ് ഉണങ്ങി വലിഞ്ഞ് ഇങ്ങനെ ആകുന്ന രീതിയിൽ വെച്ചിരിക്കരുത്. ആക്ച്വലി ഫേസ് പാക്ക് ഇട്ടിട്ട് സംസാരിക്കാൻ പാടില്ല, ഫൈൻ ലൈൻസൊക്കെ വരും. എനിക്ക് ഇവിടെയൊക്കെ അത്ര ഉണങ്ങാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നന്നായിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. കാരണം ഫൈൻ ലൈൻസ് ഇവിടെയൊക്കെ ലൈൻസും റിങ്കിൾസും ഒക്കെ വരും, അത് കാരണം സംസാരിക്കാതിരിക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല, നെറ്റി മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. അത് കാരണം ഞാനൊരു 2 മിനിറ്റ് കൂടെ നിന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്ന് കാണിക്കും. ഗേസ്, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, ടാനൊക്കെ പോയി, ആ ഓയിലൊക്കെ പോയി, നല്ല ഒരു ഫ്രഷ് ആയതൊരു ലുക്ക് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫേസെല്ലാം വാഷ് ചെയ്ത് ഇനി നമുക്ക് അടുത്തെന്താ, ടോണിക്. ഞാനിവിടെ എൻ്റെ പഴയ തന്നെ പിതുക്കി വെച്ചിരിക്കുന്ന ടോണർ ബോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പുതിയത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പഴയ തന്നെ മറക്കാൻ പാടില്ലല്ലോ പുതിയത്. എന്നിട്ട് നല്ല രസമാണ്. സ്പ്രേ ചെയ്യുക, എന്നിട്ടിങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അവൈലബിൾ ആയുള്ള കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.